ഇത് മൗസ്മായി ഗുഹ. മേഘാലയയിലെ ചിറാപുഞ്ചിയിലുള്ള ഒരു പ്രകൃതിദത്ത ചുണ്ണാമ്പ് കല്ല് ഗുഹയാണ് ഇത്. മഴയുടെ പേരിൽ പേരുകെട്ട ചിറാപുഞ്ചിയിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ഗുഹ. 30 രൂപയാണ് മൗസ്മായി ഗുഹയിലേക്കുള്ള പ്രവേശന ഫീസ്. രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെ ഇവിടേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. വലിയൊരു പ്രവേശന ദ്വാരമാണെങ്കിലും ഗുഹയുടെ പല ഭാഗങ്ങളും ഇടുങ്ങിയതാണ്. ചില പ്രദേശങ്ങളിലൂടെ നിരങ്ങി നീങ്ങിയാൽ മാത്രമേ മുന്നോട്ടു നീങ്ങാനാകൂ. 150 മീറ്റർ പ്രദേശം മാത്രമേ സഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഗുഹയുടെ ഭാഗങ്ങളിലേക്കുള്ള പ്രവേശനം സുരക്ഷാ കാരണങ്ങളാൽ നിരോധിച്ചിരിക്കുകയാണ്. ചുരങ്ങളും മലകളും തണുപ്പും മഴക്കാടുകളും വെള്ളച്ചാട്ടങ്ങളും ഗോത്രവർഗ്ഗക്കാരും മാത്രമല്ല, ഇനി ഏറെയുണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ. ആ പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട ഒന്നാണ് ഗുഹകൾ. ഇന്ത്യയിലെ ഏറ്റവും ആഴവും നീളവുമുള്ള ഗുഹകൾ പലതും മേഘാലയയിലാണ്. ഏകദേശം 1500ഓളം ഗുഹകൾ മേഘാലയയിൽ ഉണ്ടെന്നാണ് കണക്ക്. ഇക്കൂട്ടത്തിലൊന്നാണ് മൗസ്മായി ഗുഹ. ഗുഹയുടെ പല ഭാഗത്തു നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് കൊണ്ടും വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടും പല ഭാഗത്തും വഴുക്കൽ നല്ല രീതിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അതിനനുസൃതമായ രീതിയിലുള്ള ചെരുപ്പുകളോ ഷൂസോ കൊണ്ടുപോകുന്നതായിരിക്കും വളരെ ഉപകാരം. മാത്രമല്ല പല ഭാഗത്തും ലൈറ്റിൻ്റെ ലഭ്യതക്കുറവ് നല്ല രീതിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് കയ്യിലൊരു ഫോണോ അല്ലെങ്കിൽ ലൈറ്റോ അല്ലെങ്കിൽ അവിടെ നല്ല പരിചയമുള്ള ഒരു ഗൈഡിൻ്റെ സഹായമോ തേടാവുന്നതാണ്. ഗുഹയ്ക്കകത്ത് കയറി ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന്, ഞാൻ ഏതോ ഒരു പെരുമ്പാമ്പിൻ്റെ വായിക്കകത്ത് കയറി അതിൻ്റെ വൻകുടലും ചെറുകുടലും തലച്ചോറും ലിവറും കിഡ്നിയും എല്ലാം അടുത്ത് കാണുന്നത് പോലെ ഒരു ഫീലായിരുന്നു എനിക്ക്. യാത്രകളും സാഹസികതയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല ചോയ്സ് ആയിരിക്കും.